മുഖ്യമന്ത്രി നവകേരള സദസ്സിലേക്ക് സഞ്ചരിച്ച വാഹനത്തിന് നേരെ ഷൂസ് എറിഞ്ഞ സംഭവത്തിൽ ചാനൽ റിപ്പോർട്ടർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. 24 ന്യൂസിലെ വിനീത എന്ന ലേഡി റിപ്പോർട്ടർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. അതിനെ തുടർന്ന് ഇന്നലെ ഒരുപാട് ചർച്ചകളും എസ്പെഷ്യലി 24 ന്യൂസിൽ ഒരുപാട് അവർ എന്തിന് കേസെടുത്തു, ഇതിൻ്റെ ആവശ്യം എന്താണ്, സ്വതന്ത്രമായുള്ള പത്രസ്വാതന്ത്ര്യം ഇല്ലേ, ഇവിടെ പത്രങ്ങൾക്കും അല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾക്കൊന്നും ഇവിടെ ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യവും തരുന്നില്ലേ, ന്യൂസ് റിപ്പോർട്ടിങ്ങിന് ഇവിടെ ഒരു സ്വാതന്ത്ര്യമില്ലേ, ഏകാധിപത്യമാണോ ഇവിടെ നടക്കുന്നതെന്നൊക്കെ ഇപ്പം അവർ ചോദിക്കുന്നുണ്ട്. ഒരു യൂട്യൂബറിനെ വളഞ്ഞിട്ട് തല്ലിയ സമയത്തൊന്നും ഭയങ്കരമായിട്ട് ചർച്ചയൊന്നും ഞാൻ കണ്ടില്ല. പാവപ്പെട്ടവരുടെ നെഞ്ഞത്ത് കയറുന്ന സമയത്തും ഇതേപോലെ എന്താ പറയുക, ന്യൂസ് ചാനലുകളും അതിലെ റിപ്പോർട്ടേഴ്സും ഒന്നും അവർക്കെതിരെ വരുമെന്ന് വിചാരിച്ച് കാണില്ല. എന്താണെങ്കിലും ഇപ്പോൾ അവർക്ക് എതിരെ തന്നെ കിട്ടിയ സമയത്ത് ഇനിയിപ്പോൾ അവർ എന്താണെങ്കിലും ഉണരുമെന്നാണ് എൻ്റെത്. ആൻഡ് എസ്പെഷ്യലി 24 ന്യൂസ് അങ്ങനെ സർക്കാരിനെതിരെ ഭയങ്കരമായിട്ട് അതിഭീകരമായിട്ട് ന്യൂസ് കൊടുക്കുന്ന ഒരു ചാനലൊന്നുമല്ല. അവരിങ്ങനെ വളരെ പറയേണ്ട കാര്യങ്ങൾ പറയും, അല്ലാത്തത് ഇങ്ങനെ ഓക്കെ ഏതാണോ ഭരിക്കുന്ന പാർട്ടി അവരെ സപ്പോർട്ട് ചെയ്ത് പോകുക, ആ ഒരു ലൈനാണ് തോന്നുന്നു എനിക്ക്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഇന്നലത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ മാറുകയാണ്. പിന്നെ കൈരളിയാണല്ലോ ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എന്ത് പോലീസിൻ്റെ ഭാഗവും ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗമൊക്കെ പറയാൻ വരിക. കാരണം ബാക്കിയുള്ളവരൊക്കെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. കാരണം ഒരു റിപ്പോർട്ടർക്കെതിരെയാണ് അവർ കേസ് ഇട്ടിട്ടുള്ളത്. അതും ഒരു 24 ന്യൂസ് എന്ന് പറയുന്ന പ്രമുഖ ചാനലുമാണ്. എന്താണെങ്കിലും വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഓക്കെ, കമ്മി ഗ്രൂപ്പുകളിലും കൊങ്ങി ഗ്രൂപ്പുകളിലും ഒക്കെ ആയിട്ട് കുറച്ച് വീഡിയോസൊക്കെ തട്ടിക്കളിച്ച് നടക്കുന്നുണ്ടായിരുന്നു. ആദ്യം എന്താണ് ഈ വീഡിയോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ വീഡിയോ മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടതെന്നൊക്കെയുള്ളത് ഞാനിവിടെ സൈഡിൽ വയ്ക്കാം. അതായത് വിനീത എന്ന് പറഞ്ഞ റിപ്പോർട്ടർ ഈ ഷൂസ് എറിഞ്ഞ സംഭവം നടക്കുന്ന സമയത്ത് അവിടെ ലൈവായിട്ട് ഇത് കവർ ചെയ്യാൻ എത്തിയതാണ്. അപ്പോൾ ഈ റിപ്പോർട്ടേഴ്സിന് എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ് കൊടുക്കണം. ഇപ്പോൾ നവകേരള സദസ് എന്ന് പറഞ്ഞാൽ എല്ലാ ചാനലിലും അവരുടെ ഒരു എക്സ്ക്ലൂസീവ് ബൈറ്റ് കിട്ടണം എന്നുള്ള രീതിക്ക് അവരതിൻ്റെ എക്സ്ക്ലൂസീവ് സാധനം ഇവിടുന്ന് കിട്ടും നോക്കി നടക്കുമായിരിക്കും. സോ എന്താണെങ്കിലും വിനീതയ്ക്ക് ഒരു എക്സ്ക്ലൂസീവ് കിട്ടാൻ വകുപ്പുണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് വിനീത അവിടെ ചെന്നത്. ഇതേപോലെ തന്നെയാണ് എല്ലാ ചാനലിലും എല്ലാവരുമായിട്ടും എല്ലാ പാർട്ടിക്കാർക്കും എല്ലാ നേതാക്കന്മാർക്കും എല്ലാ റിപ്പോർട്ടറും എല്ലാ ചാനലിലുമായിട്ട് നല്ല രീതിയിലുള്ള കണക്ഷൻസ് കാണും. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം പാർട്ടിക്ക് പുറത്ത് നാട്ടുകാരെ കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ആ രീതിയിൽ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ചാനലിൻ്റെ ആളെ വിളിച്ചിട്ട് നിങ്ങൾ വരുമെന്നുള്ള സമയം ഉണ്ടായിട്ട് അതൊക്കെ നടക്കാറുള്ളതാണ്. അത് ഒരു എക്സ്ക്ലൂസീവ് എങ്ങനെ ഉണ്ടാക്കാം അല്ലെങ്കിൽ എങ്ങനെ ആ സാധനം കൊണ്ടുവരാം എന്നുള്ളതൊക്കെ ഒരു റിപ്പോർട്ടറുടെ സ്മാർട്ട്നെസ്സും അവരുടെ മിടുക്കും അനുസരിച്ചൊക്കെ ഇരിക്കും. എന്താണെന്നുണ്ടെങ്കിലും വിനീതയാണ് ഈ കോൺഗ്രസ്സുകാർ വിളിച്ച സ്ഥലത്തും സമയത്തും ചെന്ന് ഇത് കവർ ചെയ്യാൻ പോയ ടൈമിലാണ് ഈ ഷൂസ് എയർ നടന്നത്. അപ്പോൾ ഈ ഷൂസ് എയറിൻ്റെ പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ് വിനീത എന്നാണ് പറയുന്നത്. എന്താണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ കുറേ കമ്മി പേജുകളിലും ഗ്രൂപ്പുകളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഷൂ എറിയാൻ പറഞ്ഞത് ഈ റിപ്പോർട്ടറാണ്, അതിന് ഏറ്റവും വലിയ മാസ്റ്റർ ബ്രെയിൻ ഈ റിപ്പോർട്ടറാന്ന് പറഞ്ഞുള്ള ഒരു ഫേക്ക് വീഡിയോ. എന്നാൽ അത് ഷൂട്ട് ചെയ്യേ, വണ്ടിയിൽ കുറച്ച് പ്രവർത്തകരെ പോലീസ് പിടിച്ചുകൊണ്ട് അവർ ഷൂട്ട് ചെയ്യേ എന്ന് പറഞ്ഞ ഒറിജിനൽ സാധനം, ഷൂട്ട് എന്നുള്ളത് ഷൂസ് ആക്കി മാറ്റിയിരിക്കുക നമ്മളെ കമ്മികൾ. അപ്പോൾ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും രണ്ടും ഉണ്ട്. ആദ്യം ഡ്യൂപ്ലിക്കേറ്റ് കാണിച്ചിട്ട് ഒറിജിനലും കൂടി ഒപ്പം പ്ലേ ചെയ്യുന്നുണ്ട്. കണ്ടോ? കാണാൻ കഴിയുന്നത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ്. വിനീതയുണ്ട്. വിനീത, ഈ പ്രതിഷേധം എവിടെയാണ്? പെരുമ്പാവൂരിൽ വെച്ച് നേരത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ്. അവരുടെ വിഷ്വൽ എടുത്തോ എന്നുള്ളത് ഷൂസ് എന്നാക്കി മാറ്റി കുറേ കമ്മി ചാനലുകൾ അടിച്ചിറക്കി നന്ദി വീണ്ടും വരിക എന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഇരിക്കുന്നു? ഇതെന്തോ കഷ്ടം തന്നെയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടും. എന്താണെന്നുണ്ടെങ്കിലും അതൊരു സൈഡിൽ അങ്ങനെ കുറച്ച് സൈബർ സ്പേസിലൂടെ ഇങ്ങനെ തട്ടിക്കളിച്ച് പോകുന്നുണ്ട്. ഇനി ഇതല്ലാതെ ഓക്കെ, ഇവർക്കെതിരെ ചില്ലറ വകുപ്പ് വല്ലടെ ഇട്ടിട്ടുള്ളത് IPC 120B, IPC 283, IPC 308, IPC 353, IPC 34, ഇത്രയും വകുപ്പുകളും അവർക്കെതിരെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സാരമല്ലാത്ത ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് നിന്നു വധശ്രമം, അങ്ങനെ പല സാധനങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, എക്സ്ക്ലൂസീവ്
എടുക്കുക അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കുള്ള പരിപാടി തന്നെയാണ്, പ്രത്യേകിച്ച് പൊളിറ്റിക്സ് റിലേറ്റഡ് ആയിട്ട്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും അങ്ങനെ ഒരു എക്സ്ക്ലൂസീവിന് പോയി ആ എക്സ്ക്ലൂസീവിൽ നിന്ന് കിട്ടിയ പണിയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടത്. എഡിറ്റ് ചെയ്ത് വീഡിയോസ് ഇറക്കുന്നു, പിന്നെ അത് കേസാകുന്നു, അങ്ങനെ പോണു. മുഖ്യമന്ത്രിയോട് ഇതിനെക്കുറിച്ച് ചോദിച്ച സമയത്ത് മുഖ്യം പറഞ്ഞത് കേട്ടോ. ഗൂഢാലോചനയാണ്, എന്താ സംശയം? ഇങ്ങനെയുള്ള വിവരമല്ല, ഇങ്ങനെയുള്ള വിവരത്തിന്റെ മേലെയല്ല, ഇങ്ങനെയുള്ള വിവരമായിട്ട് കാണണ്ട. നിങ്ങൾ തർക്കിക്കാൻ വേണ്ടി മാത്രം വന്നാണെങ്കിൽ അങ്ങനെ തുടങ്ങാം നമുക്ക്. ഇത് നിങ്ങളല്ല, അവരോടാ ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾക്കാണോ ചോദിക്കുന്നത്? നിങ്ങൾ മാധ്യമപ്രവർത്തനം തന്നെ, നിങ്ങളെ മാധ്യമപ്രവർത്തനത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. മാധ്യമപ്രവർത്തനമായിട്ട് നടത്തണം. അതിന് യാതൊരു തടസ്സവും ഇവിടെ ആരും ഉണ്ടാക്കുന്നില്ല. ഞാൻ പറയട്ടെ, നിങ്ങളെന്താ ഇങ്ങനെ ചാടിക്കൊണ്ടിരുന്നു? മാധ്യമപ്രവർത്തനമായി നടത്തുന്നതിന് യാതൊരു തടസ്സമില്ല. ആരും അതിന്റെ മേലെ കുതിര കയറുന്നില്ല. പക്ഷേ പോലീസ് ഇപ്പോ ഒരു കേസ് എടുത്തിരിക്കുന്നു. ആ കേസിൽ പോലീസ് പറഞ്ഞിരിക്കുന്നു ഗൂഢാലോചനയുണ്ട് എന്ന്. നിങ്ങൾ പറയുന്നു ഗൂഢാലോചനയല്ല എന്ന്. നിങ്ങൾ തെളിയിച്ചോളൂ, അതിനെന്താ പ്രശ്നം? ഓക്കെ, ഇതാണ് മുഖ്യമന്ത്രി പത്രമാധ്യമങ്ങളെ കണ്ട സമയത്ത് അവർ ഇതിനെക്കുറിച്ച് ചോദിച്ച സമയത്ത് മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത്. ഓക്കെ, ആഭ്യന്തരമാണ്, മുഖ്യമന്ത്രിയാണ്, പോലീസുകാർ തെളിവുകൾ കൊണ്ടുവന്ന് നിരത്തുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് പോലീസിനെ വിശ്വസിക്കുക അല്ലെങ്കിൽ അവരുടെ അന്വേഷണത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് മൂപ്പരുടെ പരിപാടി. മൂപ്പര് ചെയ്തോട്ടെ. ഇനി ഇല്ല, നിങ്ങൾക്ക് ഇതിലും വലിയ തെളിവുകൾ നിങ്ങൾ കൊണ്ടുവന്നതാണ് പറയുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, കൈരളി TV പുറത്ത് വിട്ട ന്യൂസിനകത്ത് കുറേ കോൾ റെക്കോർഡ്സ് അല്ലെങ്കിൽ കോൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൈരളി ഇട്ടൊരു വീഡിയോ ആണ്. 24 ചാനലിന്റെ ലേഖയ്ക്കെതിരെ കൂടി പോലീസ് കേസെടുത്തിരുന്നു. അതിനെക്കുറിച്ച് വലിയ വിവാദം ഉണ്ടായ പശ്ചാത്തലത്തിലാണ് പോലീസ് അതിന്റെ യഥാർത്ഥ ചിത്രം പുറത്തേക്ക് വിടുന്നത്. അതായത് ഈ ചാനൽ റിപ്പോർട്ടറും ഈ ഷൂ എറിഞ്ഞ സംഭവത്തിലെ മുഖ്യപ്രതി KSUവിന്റെ സംസ്ഥാന സെക്രട്ടറി ബേസിൽ വർഗീസുമായി നിരന്തരം ഈ സംഭവത്തിന് തൊട്ടു മുമ്പ് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്നതാണ് വ്യക്തമാവുന്നത്. അത് ഇവർ ഒരു മുൻപരിചയക്കാരൊന്നും ആയിരുന്നില്ല. മുൻപൊരു ഘട്ടത്തിലും ഇവർ തമ്മിൽ ഫോണിൽ വിളിച്ചിട്ടില്ല. ആ ദിവസം മാത്രം, അന്ന് രാവിലെ 10:59 ആദ്യ കോൾ പോകുന്നത്. അത് 43 സെക്കൻഡ്. അത് വിനീതയെ, അതായത് ഈ ചാനൽ റിപ്പോർട്ടറെ ബേസിൽ വർഗീസ് എന്ന ഈ കേസിലെ മുഖ്യപ്രതി ഫോൺ ചെയ്യുന്നു. തുടർന്ന് 11:05 ലേഖിക മുഖ്യപ്രതിയെ തിരിച്ചു വിളിക്കുന്നു. അങ്ങനെ അതിനുശേഷം 4:15 വരെ 14 തവണയാണ് ഇരുവരും തമ്മിൽ ഫോണിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. 6 തവണ ഈ പ്രതി ലേഖികയെയും 8 തവണ ലേഖിക പ്രതിയെയും ഫോണിൽ വിളിക്കുന്നു. അതാണ് ഈ കോൾ ഡീറ്റെയിൽസ് പുറത്തു വന്നപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതൊരു സാധാരണമല്ലാത്ത കോൾ വിളിയാണ് എന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അങ്ങനെയാണ് ഈ സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നത്. ചില വാട്സാപ്പ് ചാറ്റുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഓടക്കാലി ജംഗ്ഷനിലെ ചില CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ആ CCTV ദൃശ്യങ്ങളിൽ നിന്നൊക്കെ ഒരു കാര്യം പോലീസിന് വ്യക്തമായി. ഈ ലേഖിക ചാനലിന്റെ കാറിൽ സംഭവ സ്ഥലത്ത് വന്ന് എത്തുന്നത് വരെയാണ് ഈ ഫോൺ കോളുകൾ നീണ്ടത്. അതിനുശേഷം 4:15 ശേഷം ഈ ഫോൺ കോളുകളില്ല, ഫോണിൽ ബന്ധപ്പെട്ടിട്ടേ ഇല്ല. അപ്പൊ അതിനർത്ഥം ഈ സംഭവ സ്ഥലത്ത് ഈ ചാനൽ ക്യാമറ എത്തി എന്ന് ഉറപ്പാക്കിയതിനു ശേഷം ഇരുവരും തമ്മിൽ ബന്ധപ്പെട്ടിട്ടില്ല, ഫോണിൽ വിളിച്ചിട്ടില്ല എന്ന് വ്യക്തമാകുകയാണ്. ഇതാണ് ഇന്നലെ കൈരളി ന്യൂസ് പുറത്തുവിട്ട ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സ്ക്ലൂസീവ് ബൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ ചാനലുകളും ഓട്ടത്തിലാണ്. നവകേരള സദസ്സ് റിലേറ്റഡ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത്യാവശ്യം ഹൈപ്പുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഒരു നേതാവ്, KSUവിൻ്റെ നേതാവ്, ഈ പറഞ്ഞ ലേഡി റിപ്പോർട്ടറിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണെങ്കിലും അവർ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്ത് കാണുമല്ലോ. 24ൻ്റെ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്ത് കാണും. അവിടെ നിന്ന് തന്നെ അവർ പെർമിഷൻ മേടിച്ചിട്ടാവും പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് അവർ നോക്കുമ്പോൾ എന്താ, ഒരു എക്സ്ക്ലൂസീവ് സാധനമാണ്. പക്ഷേ ഈ എക്സ്ക്ലൂസീവ് ഈ ലേഡിക്ക് അറിയാമായിരുന്നോ എന്നുള്ളൊരു ചോദ്യം. പിന്നെ ഇവിടെ എവിടെയെങ്കിലും ഈ പറഞ്ഞ രീതിയിലുള്ള നമ്മുടെ സുരക്ഷാ വീഴ്ച അല്ലെങ്കിൽ അതിനൊരു സുരക്ഷയ്ക്ക് വീഴ്ച തട്ടുന്ന രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ എവിടെയെങ്കിലും ചോർത്തിയിട്ടുണ്ടോ ആരെങ്കിലും? മുഖ്യമന്ത്രിയുടെ റൂട്ടോ ടൈമിങ്ങോ കാര്യങ്ങളോ അങ്ങനെ കുറേ തലങ്ങളിൽ ഈ സാധനം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. ഇപ്പോൾ പോലീസുകാരുടെ 10-ാം തീയതി നടന്ന സംഭവം പോലീസുകാർ അന്വേഷിച്ച് അതിൽ ഈ കോൾ റെക്കോർഡ്സ്, കോൾ ഡീറ്റെയിൽസ്, വാട്സാപ്പ് എല്ലാം അവർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പോലീസുകാരെന്താണെങ്കിലും വെറുതെ ചാടിപ്പിടും. അത് പ്രത്യേകിച്ച് ഒരു ചാനലിൻ്റെ പ്രമുഖ ചാനലിൻ്റെ റിപ്പോർട്ടർ, അതൊരു ലേഡി റിപ്പോർട്ടർ, പെട്ടെന്നൊരു പ്രഷറിൻ്റെ മുകളിൽ, കമ്മ്യൂണിസ്റ്റുകാരെ കുറച്ച് പ്രഷറിൻ്റെ മുകളിലോ മുഖ്യമന്ത്രിയുടെ ഒരു പ്രഷറിൻ്റെ മുകളിലോ ചാടി പിടിച്ചിട്ട് അവരെന്ത് ചെയ്യില്ല,
ഇതേപോലുള്ളൊരു വകുപ്പിട്ടിട്ട് ഇവർക്കെതിരെ കേസ് എടുക്കില്ല. സോ അവർക്ക് കൺവിൻസിങ് ആയിട്ടുള്ള എന്തോ ഒരു സംഗതി അതിനകത്ത് ഉണ്ട് എന്നുള്ളത് പോലീസ് ഉള്ളത് കൊണ്ട് തന്നെ അതാണ് മുഖ്യമന്ത്രിക്ക് ഒരു കോൺഫിഡൻസ്. ഇല്ലെങ്കിൽ നിങ്ങൾ പോലീസിനെതിരെ പോകും, കോടതിയിൽ പോകും, നിങ്ങൾ അവിടെ നോക്ക്, എനിക്ക് പോലീസിന് വിശ്വാസമാണ്. സോ ഞാൻ പറഞ്ഞ എക്സ്ക്ലൂസീവ് കിട്ടാനുള്ള ഓട്ടത്തിൽ അങ്ങനെയുള്ളൊരു ഇതിൽ ഈ പറഞ്ഞ രീതിയിൽ ചാറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും സംഭവിച്ചോ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അവരതിൽ ഇൻവോൾവ് ആണോ അല്ലേ എന്നുള്ളത്. നിങ്ങൾക്കും പറയാൻ പറ്റില്ല, അതൊക്കെ പോലീസുകാർ പറയണം, ഈവൻ മുഖ്യമന്ത്രിക്കും പറയാൻ പറ്റില്ല, കാരണം കംപ്ലീറ്റ് ഇൻവെസ്റ്റിഗേഷൻ കഴിയണം. പക്ഷെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞൊരു കാര്യത്തിന് പിന്നിൽ ഓടുമ്പോൾ ഇങ്ങനത്തെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് ഉള്ളത് തന്നെയാണ്. ഓക്കെ, പിന്നെ ശ്രീകണ്ഠൻ നായർ സാർ ഇന്നലെ വന്നിട്ട് ഇതിനെക്കുറിച്ച് കുറച്ച് വികാരാധീനനായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മൂപ്പര് പറയും, മൂപ്പരുടെ ചാനലാണ്, മൂപ്പരുടെ റിപ്പോർട്ടറാണ്. സോ മൂപ്പർക്ക് ഓബിയസ്ലി ആ ഒരു ദേഷ്യവും സങ്കടവും കാണും. എത്ര അപഹാസ്യമാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു റബ്ബർ ഷൂ എറിഞ്ഞാൽ ഒരു കവചിതമായ ഒരു ബസ്സിൻ്റെ ഉള്ളിലിരിക്കുന്ന ആളുകൾ പരിക്കേറ്റ് അവർ കൊല ചെയ്യപ്പെടും എന്ന് കണ്ടുപിടിച്ച ലോകത്തിലെ ആദ്യത്തെ പോലീസ് സേന എന്നുള്ള ഖ്യാതി കേരള പോലീസിനാണ്. യഥാർത്ഥത്തിൽ എത്രയോ നല്ല പോലീസ് ഓഫീസേഴ്സ് ഉള്ള ഒരു സേനയാണ് നമുക്കുള്ളത്. ആ സേനയുടെ മുഖത്ത് കരിവാരിത്തേക്കാൻ ഏതോ 2-3 ഉദ്യോഗസ്ഥന്മാർ നടത്തിയ ഗൂഢാലോചനയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞങ്ങളെ ഈ ജയിലും പോലീസും ഒന്നും പറഞ്ഞ് പീഡിപ്പിക്കേണ്ട, നമ്മളിതുപോലെ നേരത്തെ അറസ്റ്റൊക്കെ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ വിനീത വിജി ഒറ്റയ്ക്കായിരിക്കില്ല ഈ കേസിന് പോകുന്നത്. വി ഡി സതീശൻ പറഞ്ഞ പോലല്ല, ഞങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്നുള്ളവരല്ല. ഞങ്ങൾ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഈ കൂടെ നിൽക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരും പോയി അറസ്റ്റ് വരികയും അവിടെ കിടക്കും. ഞങ്ങൾക്ക് ഒരു കാര്യം മാത്രമേ ഈ സർക്കാരിനോട് പറയാനുള്ളൂ. അതായത് ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് അവരെ ഞങ്ങൾ ആലോചിച്ച് ഡ്യൂട്ടിയിലിട്ട് ഒരു സ്ഥലത്ത് പോയി ഡ്യൂട്ടി ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് സ്വതന്ത്രമായി മാധ്യമപ്രവർത്തനം നടത്താൻ കഴിയില്ലെങ്കിൽ ഞങ്ങൾ ഈ കടയടച്ചിട്ട് വീട്ടിൽ പോകും. അത് നിങ്ങൾ തീരുമാനിച്ചോളൂ. മാത്രമല്ല, സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് പോകുന്ന വഴി വളരെ മോശപ്പെട്ട വഴിയാണെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ ഔദാര്യമൊന്നും ആവശ്യമില്ല. ഞങ്ങൾ നീതിന്യായാസനത്തിൻ്റെ സഹായം തേടും. ഞങ്ങൾക്ക് നീതി അവിടെ ലഭിക്കും, കോടതി ലഭിക്കും. ഈ പോലീസ് സേനയല്ലേ പെരുമ്പാവൂരിലെ മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി മജിസ്ട്രേറ്റ് ചോദിച്ച ഒരു ചോദ്യത്തിന് അവർക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞോ? യഥാർത്ഥത്തിൽ ഈ 308 അവരിട്ടപ്പോൾ, IPC 308 ഇട്ടപ്പോൾ ഇത് വധശ്രമത്തിനുള്ള വകുപ്പ് ഇതിൽ നിൽക്കുമോ എന്ന് ചോദിച്ചപ്പോൾ കേരള പോലീസിന് മറുപടി ഉണ്ടായോ? 120B ഇട്ടിരിക്കുകയാണ് ഒരു വനിതാ മാധ്യമപ്രവർത്തകയ്ക്ക് നേരെ. സ്വതന്ത്രമായി തൻ്റെ ജോലിയെടുക്കാൻ വേണ്ടി ജോലി സ്ഥലത്ത് ഈ ഓടക്കാലി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി പട്ടാപ്പകൽ ജനങ്ങൾ മുഴുവൻ കാണുകയും അത് തത്സമയം 24 വഴി സംപ്രേഷണം ചെയ്യുകയും ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്ത് കാണുകയും ചെയ്ത ഒരു കാര്യത്തിൽ വധശ്രമത്തിൻ്റെ ഗൂഢാലോചനയിൽ ഈ വിനീത വിജി എന്ന് പറയുന്ന മാധ്യമപ്രവർത്തക ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പോലീസ് ഓഫീസറെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇതാണ് ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ സൈഡ്. മൂപ്പർ പറഞ്ഞൊരു കാര്യം നമ്മൾ നോട്ട് ചെയ്യണം. അതായത് അവർ അസൈൻ ചെയ്തൊരു ഡ്യൂട്ടിയാണ്. സോ ദാറ്റ് ഷോസ് ഇവിടെ ഇന്ന പ്രവർത്തകർ ഇന്ന ടൈമിൽ വരും. ഓക്കെ, കരിങ്കൊടി കാണിക്കാൻ വരുന്നാവും പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ 24 എക്സ്ക്ലൂസീവ് ആണെന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ പോയത്. പിന്നെ കോളുകൾ, കണ്ടിന്യൂസ് കോളുകൾ, അതിലുള്ള ദുരൂഹത എന്നൊക്കെ പറയുമ്പോൾ അതെന്താണെന്നുള്ളത് പിന്നെ കോൾ റെക്കോർഡ്സൊക്കെ നോക്കേണ്ടി വരും. കാരണം കണ്ടിന്യൂസ് കോൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ പ്രവർത്തകർ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നോ എത്തിയോ നോക്കി വിളിച്ചതായിരിക്കാം മേ ബി. പിന്നെ ഇവർ തന്നെ കൈരളി ന്യൂസിൽ പറയുന്നുണ്ട് ഒരു പ്രത്യേക സമയത്ത് ഈ കോളുകൾ നിന്നു. അതായത് ഈ ലേഡി റിപ്പോർട്ടർ സ്ഥലത്തെത്തിയപ്പോൾ ഈ കോളുകൾ നിൽക്കും. അങ്ങനെ ചിന്തിക്കാമല്ലോ. കാരണം അവരെത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തിനിടെ അവരെ വിളിച്ചുകൊണ്ടിരിക്കുക? എന്താ ആവശ്യം ഇയാളെ? എൻ്റെ ആവശ്യമില്ലല്ലോ. ഈ വാട്സാപ്പ് ചാറ്റ് ഉണ്ട് എന്നൊക്കെ പോലീസുകാർ പറയുന്നത് പിന്നെ അത് കോടതിയിൽ പോയി കണ്ടില്ലെങ്കിൽ അത് പുറത്ത് വരുമ്പോഴേ നമുക്ക് അതിനെക്കുറിച്ച് എന്താ ഡീറ്റെയിൽസ് എന്നുള്ളത് പറയാൻ പറ്റും. എന്താണെങ്കിലും പോലീസുകാർ ഇങ്ങനെ പക്ഷേ വധശ്രമത്തിനൊക്കെ ഇടയിൽ ഷൂസ് എറിയുന്നതൊക്കെ ചണ്ടിത്തരം. ഓക്കെ, ചട്ടത്തരാണ്. അതിനൊന്നും നമുക്ക് ഒരിക്കലും എനിക്ക് പേഴ്സണലി അതിനോടൊന്നും യോജിക്കാൻ പറ്റില്ല. പക്ഷേ ഇനി ഈ പറഞ്ഞ പോലെ അതിനു വേണ്ടി വധശ്രമമൊക്കെ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ലെവലിൽ കാര്യങ്ങൾ പോകണു എന്നുള്ള ആലോചിച്ച് നോക്ക്. ഈ നാട്ടിൽ ഇങ്ങനെയാണ്. ഇപ്പോൾ ഒരു കേസ് റിപ്പോർട്ടർക്ക് വന്ന സമയത്ത് പത്രമാധ്യമങ്ങൾക്കൊക്കെ എന്ത് മനസ്സിലായി? സർക്കാരും ഈ പറഞ്ഞ പിണറായി വിജയനും എല്ലാവരെയും വായ മൂടി കെട്ടിക്കാനുള്ള ഗുണ്ടായിസം കാണിക്കുന്നുണ്ട്. അത് മനസ്സിലായില്ലേ? അത് മനസ്സിലാക്കിയാൽ മതി.